ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഏറ്റവും പുതിയൊരു വാർത്ത, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറെ കുറിച്ചുള്ള പുതിയൊരു ന്യൂസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് 2025 ഫെബ്രുവരി 18 നിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PSC തുളസി പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയാലോ? യെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കേരള PSC തുളസി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. ആ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസും പ്രൊഫൈൽ മെസ്സേജസും കൺഫർമേഷനൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ആ കൺഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ IEO പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ നൽകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ മെസ്സേജ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് എപ്പോഴാണ്? 18/2/2025 ട്യൂസ്ഡേ, ഒരു ചൊവ്വാഴ്ചയാണ് ആ ഒരു പരീക്ഷ വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ്റെ ജില്ലയും താലൂക്കും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ടിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ നിങ്ങൾക്കവിടെ നൽകാൻ വേണ്ടി സാധിക്കും. മനസ്സിലാക്കുക, കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ, ഈ പറയുന്ന രീതിയിൽ ഡിസംബർ 12 കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ ആ ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് വരികയും അതേപോലെ പരീക്ഷ എഴുതാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നവർ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കൺഫർമേഷൻ കൊടുക്കണം കേട്ടോ. ഇനി ഒരു വാണിംഗ് പോലെ, ഒരു അണ്ടർടേക്കിംഗ് പോലെ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. അതായത് ദിസ് കൺഫർമേഷൻ ഈസ് ആൻ അണ്ടർടേക്കിംഗ് ടു റൈറ്റ് ദി എക്സാം. ഈ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് ആണ്. നിങ്ങൾ പരീക്ഷ എഴുതാൻ സാധ്യതയില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് റൈറ്റിംഗ് ദിസ് എക്സാമിനേഷൻ, ഡു നോട്ട് സബ്മിറ്റ് ദി കൺഫർമേഷൻ. നിങ്ങൾ പരീക്ഷ എഴുതാൻ സാധ്യതയില്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു കൺഫർമേഷൻ നൽകരുത്. ദെൻ കൺഫർമേഷൻ എഴുതിയിട്ടും ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുവാൻ കാരണമായേക്കാം. ആ രീതിയിലൊരു വാണിംഗ് മെസ്സേജ് കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കുറച്ച് കാലങ്ങളായിട്ട് PSC കണ്ടിന്യൂ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സാണ്. കൺഫർമേഷൻ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു പരീക്ഷ എഴുതണമെന്നാണ് PSC പറയുന്നത് കേട്ടോ. അപ്പം എക്സാം ഡേറ്റ് എപ്പോഴാണ്? ഫെബ്രുവരി 18 ചൊവ്വാഴ്ചയാണ്. അതൊരു വർക്കിംഗ് ഡേ തന്നെയാണ് വരിക. മിക്കവാറും ആ പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത് രാവിലെ 7:15. അപ്പം ആ ദിവസം, ആ സമയം ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ സാധ്യതയുണ്ടെങ്കിൽ കൺഫർമേഷൻ നൽകുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് മിക്കവാറും തിങ്കളാഴ്ച വരാനാണ് സാധ്യത. അങ്ങനെ സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 30/2024 സ്കെയിൽ ഓഫ് പേ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നിലവിൽ വേക്കൻസികൾ എത്രയാണെന്ന് അവിടെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? യെസ്, നിലവിലെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എപ്പോഴാണ്? 2021 ഡിസംബർ 8 നിലവിൽ വന്നത്. നിലവിൽ ഇതുവരെ 65 അഡ്വൈസുകൾ പോയി. ലാസ്റ്റ് അഡ്വൈസ് പോയത് 12/9/2024. ഈ ഒരു റാങ്ക് ലിസ്റ്റ്, നിലവിലെ റാങ്ക് ലിസ്റ്റ് എത്ര വരെ ഉണ്ട്? ഏത് ഡേറ്റ് വരെ ഉണ്ട്? യെസ്, ഈ വർഷം ഡിസംബർ 8 വരെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ആൾക്കാരെ എടുക്കുക. അതിനുശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസികളായിരിക്കും നമ്മളിനി എഴുതാൻ വേണ്ടി പോകുന്ന പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ ഇട്ടിട്ട് എടുക്കുന്നുണ്ടാവുക കേട്ടോ. യെസ്. അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്ന ഈ പറയുന്ന IEO, ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള IEOയുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് 29/8/2024 ഏറ്റവും ലാസ്റ്റായിട്ട് അഡ്വൈസ് പോയത്. അപ്പം അതടക്കം ഏകദേശം എത്രത്തോളം അഡ്വൈസ് പോയി? 65 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പം പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റിന് ഈ വർഷം ഡിസംബർ 8 വരെ കാലാവധിയുണ്ട്. അതിനുശേഷം വരുന്ന വേക്കൻസികളായിരിക്കും പുതിയ ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത്രയും ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. നമുക്ക് ഇതിൻ്റെ സിലബസ് വരുന്ന വർക്ക് മിക്കവാറും തിങ്കളാഴ്ച ഫെബ്രുവരിയിലെ എക്സാമിനേഷൻ കലണ്ടർ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് ഇതിൻ്റെ സിലബസ് ഡിസ്കഷൻ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.